ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഹ്ദീബുൽ അസ്മാഇ വല്ലുഗാത്ത് ഹിജറ 676 നവവി ഇമാം വഫാത്തവിടെ. ലോകത്ത് തുല്യതയില്ലാത്ത ആലിമാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. ആ മഹാൻ്റെ ഈ കിതാബ് 2 ജുസുണ്ട്. ഇതിൽ എത്രമോ മഹാന്മാരെ സംഭവങ്ങളാണ് വിശദീകരിക്കടെ. ആ മഹാന്മാരെ ഖബറിൻ്റെ മേലെല്ലാം കുബ്ബയിൻത്ത് അവിടെ സിയാറത്തുകൾ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ചൊല്ലു. ജന്നത്തുൽ ബഖീൽ എത്രമോ ഖബറിന്നത്, മുഅല്ലത്തുൽ ഖബറിന്നത് ഈ കിതാബിൽ ധാരാളം വിശദീകരിക്കട്. അതുപോലത്തെ ധാരാളം കിതാബുകളിൽ വിശദീകരിക്കട്. ഇൻ്റെ ചിലപ്പോൾ പ്രസൻറ്റ് മാത്രം പഠിക്കുന്ന ആൾമാർ എന്തിനാ തകരാറെന്ന് ചൊന്നത് ഇണ്ടത്തെ വിഷയം മാത്രമാണ് കുറച്ച് ആൾമാരെല്ലാം പഠിക്കുന്നത്. മുന്നത്തെ ഹിസ്റ്ററി ഒന്നും പഠിക്കില്ല. അങ്ങ് ചൊല്ലേ ജന്നത്തുൽ ബഖീലില്ല മുഅല്ലത്തിലില്ല പൊയ്ത്ത് നിങ്ങൾ വെറുതെ ചൊല്ലേൻ. അയക്ക് ഇണ്ട് 800 സരിസുമാർ 800 വർഷത്തിന് മുന്നിൽ വഫാത്തായി പോയെങ്കത്തെ മഹാന്മാരെല്ലാം അവിടെ കുബ്ബയിൻത്ത് ഖബർ കെട്ടിപ്പൊക്കിട്ട് ഇൻത്തുണ്ടെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ളാർ. അപ്പോൾ അതെല്ലാം ഇൻത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അതിൽ പിന്നെ വന്നെങ്കത്തെ ആൾമാർ ഭരണമുണ്ടു അധികാരമുണ്ടു അതിൽ എല്ലാം കരസേവയാക്കി വിട്ടാറ്. അങ്ങമേ ഇറക്കിടെങ്കത്തെ ഗ്രന്ഥങ്ങളിൽ നോക്കി അങ്ങ് മുന്നലങ്ങനെ ഇൻത്ത് ഇപ്പം അങ്ങനെ ഇൻത്ത് അതിൻ്റെ മഹത്വം അങ്ങ് വിശദീകരിച്ചുകൊണ്ടുള്ളാർ. അഥവാ ഞങ്ങൾ ഇങ്ങനെയെല്ലാം ആക്കിയ കരസേവയാക്കിയ പൊടിയാക്കിയാണ്ട് അങ്ങമേ ചൊന്നുകൊണ്ടുള്ളാർ. അപ്പോൾ തെറ്റിദ്ധരിക്കുക തീരാണ്ട ഇസ്ലാമുടെ പരമ്പരയും അറിവും മഹാന്മാരെ ഗ്രന്ഥങ്ങൾ വായിച്ചെങ്കിൽ വിശാലമായി നമുക്ക് പഠിക്കുകയുള്ളൂ. ഞാനിപ്പോൾ അതല്ല വിശദീകരിച്ചുകൊണ്ടുള്ളേ. തഹ്ദീബുൽ അസ്മാഇ വല്ലുഗാത്ത് ചൊല്ലെങ്കത്തെ ഈ കിതാബുൽ അതിലെ 366 പേജിൽ ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഒരു സ്വഹാബിനെയാണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. ഉഖബത്ത് ബിൻ ആമിർ അസ്വഹാബി റളിയല്ലാഹു അൻഹു. ആ മഹാൻ്റെ വകയാണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. അയാൾ ഷാമുൽ നടന്നെങ്കത്തെ കുറേ വിജയത്തുകെല്ലാം കൂടിയെങ്കത്തെ ആളാണ്. അയാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ മുട്ട പിന്നെ ഡമസ്കസ് ഫതഹൈത്ത് ഇസ്ലാമു കിട്ടിത്തിന് ചൊന്നിട്ടു ഔഡ്രെ ഇയാളെ കടത്തിയാർ. അങ്ങനെ ഡമസ്കസിലെ മദീനത്ത് 7 നാലെടുത്ത് അയാൾ മദീനത്ത് എത്തവും. അതേ സമയത്ത് മദീനത്തെ റിട്ടേൺ അയാൾ ഷാമുകു ഡമസ്കസ് 2.5 നാളിൽ പോയിട്ടുണ്ടാ. അതെങ്ങനെ ബർമ്പ ഡമസ്കസിലെ മദീനത്ത് 7 നാളെടുത്തിട്ട് റിട്ടേൺ പോകുന്നു വെറും 2.5 നാൾ. എന്തേന്ന് ചൊന്നെങ്കിൽ നവയിമാം വിശദീകരിക്കട് ബിദുആഇഹി ഇൻദ ഖബറി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ നേരെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ഷരീഫിലെ മുട്ട ദ്വാരന്ത് വതശഫഉഹി ബിഹി ഫീ തഖരീബി ത്വരീഖിഹി നന്റെ തെരുവൊന്ന് അടുപ്പിച്ച് തരുന്നു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീങ്ങൊന്ന് ഇടപെടണു, നീങ്ങൊന്ന് റെക്കമെൻഡ് ആക്കണു, ശിഫാറസ് ആക്കണു ഉണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ഷരീഫിലെ മുട്ട ദ്വാരന്നതര ബർക്കത്തുകൊണ്ട് ഷഫാഅത്ത് കേട്ടതര ബർക്കത്തുകൊണ്ട് റിട്ടേൺ പോകുമ്പോൾ 2.5 നാൾ കൊണ്ട് എത്തിച്ച് ലോകത്ത് ഒരിക്കലും നിഷേധിക്കുകയാവാത്ത സംഭവമാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. വഫാത്തായിപ്പോയെങ്കിൽ ആൾമാരൊട്ടിക്ക് സഹായം കേട്ടെങ്കിൽ ഇസ്ലാമിയുടെ വർത്ത് കൊണ്ടും ചൊല്ല ആൾമാരെല്ലാം ക്ലാസ് എടുത്തുകൊണ്ടുള്ളത് സ്വഹാബത്ത് കാണും നനക്കല്ല സ്വഹാബിങ്ങ കാണും അങ്ങ് പഠിപ്പാട്ടോണായി. ഇങ്ങനത്തെ 100 കണക്കിൽ 1000 സംഭവിക്കുമ്പോൾ വഫാത്തായിപ്പോയ ആൾമാരൊട്ടിക്ക് സഹായം എങ്ങനെ കേൾക്കടേ അങ്ങ് മരിച്ചപ്പോൾ നിങ്ങളല്ലേ അങ്ങനെ കുളിപ്പാട്ടിയില്ലേ അങ്ങനെ ദഫനാക്കിയില്ലേ നിങ്ങളല്ലേ അങ്ങ് വേഞ്ചിട്ട് കുളിപ്പാട്ടോണി ഇന്ന് ദഫനാക്കണി ഇന്ന് അവൻ്റെ യുക്തി കൊണ്ട് കേൾക്കണമെങ്കിൽ ചോദ്യമാണ്. അതെല്ലാം ഞങ്ങളൊട്ടി കൽപ്പിക്കപ്പെട്ടതാണ്. ഒരാൾ മരിച്ചെങ്കിൽ എന്തെല്ലാം ആക്കണോ അയാത്തുള്ള ആൾമാരാണ് ആക്കണേ. അപ്പോൾ ഇങ്ങനെ ചോദ്യം കേട്ടുകൊണ്ട് പോയെങ്കിൽ ഇസ്ലാമിൽ എന്തു വയ്ക്കാറ് ലാസ്റ്റ്. അതുകൊണ്ട് അർദ്ധയുക്തിവാദമാണ്. അത് പിന്നെ പോയിട്ട് ഇസ്ലാമിനെ വറുത്തു കൊണ്ടെങ്കിലത്തെ വാദത്ത് കാണി എത്തുവാട്ടെ. ഇസ്ലാം അങ്ങനെയല്ല. ഇപ്പം ഞാൻ ചൊന്ന ഒരു സഹാബിയുടെ വകയാണ് ഇങ്ങനത്തെ എത്രമോ സഹാബത്തിൻ്റെ വകെ ഇമാമീങ്ങളെ വകെ കിതാബിൽ വിശദീകരിച്ചുകൊണ്ടുള്ളാറ്. അതുകൊണ്ട് വഫാത്തായിപ്പോയെങ്കത്തെ മഹാന്മാരൊട്ടിಗೆ സഹായം കേട്ടപാടെ അങ്ങനെ മധ്യവർത്തി ആക്കിയപാടെ ഇസ്ലാമിയുടെ വറുത്ത് പോകണമെന്ന് ചൊല്ലത് അതൊരു പുതിയ വാദമാണ്. ഇനി അങ്ങ് കേൾക്കില്ല അങ്ങ് കേൾക്കില്ലാണ്ടായി വേണ്ട കേൾക്കണ്ട. അതേ സമയത്ത് കേൾക്കുന്ന ആൾമാർ ഇസ്ലാമിയുടെ വർത്താണ് അത് ശിർക്കാണ് അങ്ങനെ ചൊല്ലത് തെറ്റാണ്. ഒരാൾ അള്ളാഹുടെ മാത്രമേ കേൾക്കടേ വേറൊന്നും അയാളില്ല എങ്കിൽ നിന്റെ സമയത്തില്ല ഇസ്ലാമിനെ നീ പുറത്ത് നങ്ങാറും ചെല്ലില്ല. അതേ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയെങ്കത്തെ സരണി ഇസ്ലാം ഞങ്ങൾക്ക് പടിപാട്ടിയെങ്കത്തെ മഹാന്മാർ അങ്ങനെ വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് ഇസ്ലാം കിട്ടിയത്. അല്ലാണ്ട് ഡയറക്റ്റ് ഖുർആൻ ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല. ഈ തെരുവ് അങ്ങ് ഞങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ചൊന്ന ആശയങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. അതെല്ലാം അങ്ങാക്കിടാറ്. അതുകൊണ്ട് അങ്ങെല്ലാം തപ്പ് സംഭവിച്ചെന്ന് ചൊന്നെങ്കിൽ എൻ്റെ ഇസ്ലാമിക്ക് എന്താണ് വിലയുള്ളത് നക്കാറാണ് ഇസ്ലാം പടിപാട്ടി തൻ്റെ എൻ്റെ സരണിരമേ ഞാൻ മുറിച്ച അത് ഈ ചൊന്ന 1796 മരിച്ചെങ്കത്തെ ഇബ്നു അബ്ദുൽ വഹാബ് കൊമ്പെന്ന ആശയത്തെ മുൾമുടങ്കത്തെ ആൾമാർക്ക് മാത്രമേ ചൊല്ലുകാവൂ. അല്ലാണ്ട് ഒറിജിനൽ യഥാർത്ഥത്തിൽ പഠിക്കണമെങ്കത്തെ ആൾമാർക്ക് ഒരിക്കലും അങ്ങനെ ചൊല്ലൂ സാധ്യയില്ല. അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ട്. അസ്സലാമു അലൈക്കും.